രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അമ്മയില്ല, അച്ഛനില്ല, ഭാര്യയില്ല, മക്കളില്ല, സ്വന്തം വീടില്ല. ആ ഒരു വലിയ ദുരന്തം നമ്മുടെ കേരള സംസ്ഥാനത്തെ ലഭിക്കിയ ഒരു ദുരന്തമല്ലേ? ആ ദുരന്തത്തിൽ എല്ലാ വിഭാഗം ആളുകളും സഹകരണത്തിൽ ഇറങ്ങി. ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്നതിന് മാക്സിമം ചെയ്തു. സന്നദ്ധ സംഘടനകൾ ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിൽക്കുന്ന DYFI എന്ന് പറയുന്ന യുവജന സംഘടന അവിടെ നടത്തിയ പ്രവർത്തനത്തെ പ്രശംസിച്ചതാണ്. CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയല്ല, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ എന്താ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമോഷക സംഘടനയായ DYFI അഭിനന്ദിച്ചു. എന്താ അഭിനന്ദിച്ചു കേസുണ്ടോ? മണ്ണിന്റെ അടിയിൽ കൈകാലുകൾ, തലയില്ലാത്ത ശവശരീരങ്ങൾ, കാല് മാത്രമുള്ള ശവശരീരങ്ങൾ, കുട്ടികൾ, പിഞ്ചു കുട്ടികൾ, ഇവരെയൊക്കെ മണ്ണിന്റെ അടിയിൽ നിന്ന് തോണ്ടിയെടുത്തുകൊണ്ട് ആംബുലൻസിൽ കയറ്റി വിടുന്ന രംഗം, ആ രംഗം സ്വീകരിച്ചത് DYFI എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനമായി രാജ്യത്ത്. യൂത്ത് കോൺഗ്രസ് അവിടെ വന്നിട്ടോ, വന്നില്ലാന്ന് പറയാൻ പറ്റില്ല. അവര് കരയ്ക്ക് നിന്ന് ചിരിച്ചു. അവര് കരയ്ക്ക് നിന്ന് നല്ല കണ്ടത്. DYFI എന്ന പ്രസ്ഥാനം പിന്നീട് പ്രഖ്യാപിച്ചോടെ എന്താ പ്രഖ്യാപിച്ച്? ഞങ്ങളിതാ കേരളത്തിലെ ദുരിതം അനുഭവിക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, വയനാടിന്റെ ജനങ്ങൾക്ക് ഒരു കൈത്താങ്ങായിക്കൊണ്ട് ഞങ്ങളിതാ 30 വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ആ 30 വീടിനുള്ള കാശ് എങ്ങനെ DYFI ഉണ്ടാക്കിയെന്നറിയോ? ഞങ്ങളെ കളിയാക്കിയാണ്. ഈ രാജ്യത്തെ മുഴുവൻ വീടുകളിൽ പോയി ആക്രി പെറുക്കിയിട്ടാണ് ആ കാശുണ്ടാക്കിയത്. ആക്രി പെറുക്കി, കടലാസ്, പാട്ട എല്ലാം പെറുക്കി കോടിക്കണക്കിന് രൂപ കേരള സംസ്ഥാനത്ത് നിന്നുണ്ടാക്കി അവരെ സഹായിക്കാനുള്ള ഫണ്ട് മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു DYFI. ഇത് കണ്ടപ്പോ അമ്മായി കുടിച്ച് ബാൽക്കഞ്ഞി എന്ന് പറഞ്ഞ പോലെ യൂത്ത് കോൺഗ്രസും പ്രഖ്യാപിച്ച ഒരു 100 വീട് കിടക്കട്ടെ. നല്ല കാര്യം. പക്ഷെ അതിന് ഒരു വീടിന് പോലും പൈസ കൊടുത്തോ? കോടിക്കണക്കിന് രൂപ ഈ സംസ്ഥാനത്ത് പിരിച്ചല്ലോ. കോടിക്കണക്കിന് രൂപ വയനാട് ദുരന്തത്തെ സഹായിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസ എവിടെ പോയി? അത് യൂത്ത് കോൺഗ്രസോ അല്ലെങ്കിൽ UDF പറയണം. ഒരു വീടിനുള്ള കാശ് പോലും അവർ കൊടുത്തില്ലല്ലോ. ആ കാശ് എവിടെ പോയി? അതാണ് ഞാൻ പറഞ്ഞത്, കക്ക നക്ക മുക്ക എന്നുള്ളത്. വെറുതെ അവര് അത് ആരാ കത്ത് നക്കിയ മുക്കിയ എന്നുള്ളത് ഇപ്പൊ കാണാണ്ടല്ലോ. ആരാ മാങ്കൂട്ടം എന്ന് പറയുന്ന സാധനം? ആ സാധനം വന്ന് യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡന്റാ. ആ ചങ്ങായി കോടിക്കണക്കിന് രൂപ ഈ പാവപ്പെട്ട ദുരിതം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി പിരിച്ച പൈസ അദ്ദേഹം എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് ഞാൻ പരസ്യമായി പറയുന്നില്ല, നിങ്ങൾ ഊഹിച്ചാൽ മതി.